ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു സീരീസ് തുടങ്ങാം. SCERT ടെക്സ്റ്റിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന SCERT എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റിവൈസ്ഡ് എഡിഷൻ SCERT ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ SCERT എന്നുള്ള സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും. നമുക്ക് പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രവും മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടും കൂടിയാണ് തന്നിരിക്കുന്നത്. നോക്കി, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാകുകയും രാജ്യം അവരുടേതാണ് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാർക്കും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇത് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന മാഗസീനിൽ 1931 കുറിച്ച കാര്യമാണ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണ് എന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാർക്കും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ ഈ ഒരു കോട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ട്, അല്ലെങ്കിൽ കോട്ടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തന്നിട്ട് എക്സാമിന് ചോദിക്കുമായിരിക്കും. ഇത് ആരുടെ വാക്കാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ഇതെവിടെയാണ് പബ്ലിഷ് ചെയ്തത്? യങ് ഇന്ത്യ 1931 യങ് ഇന്ത്യയിലാണ് ഈ ഒരു കോട്ട് പബ്ലിഷ് ചെയ്തത്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഒരു ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? അല്ല എന്ന് നമുക്കറിയാം, അല്ലേ? സ്വാതന്ത്ര്യത്തിന് മുമ്പേ നമുക്ക് ഭരണഘടന ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. ഭാവി ഇന്ത്യയുടെ ഭരണഘടന ഏതെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? അപ്പോൾ ഭാവി ഭരണഘടനയിൽ എന്തൊക്കെ ആശയങ്ങൾ വേണമെന്നാണ് മഹാത്മാഗാന്ധി നേരത്തെ പറഞ്ഞ കോട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്? എന്തൊക്കെയാണ്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും നമ്മുടെ രാജ്യമാണ് എന്നുള്ളൊരു ബോധം, അതായത് ദേശീയത ഉണ്ടാകുന്ന ദേശീയത ആളുകളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ഭരണഘടനയാകണമെന്നും, പിന്നെ എന്താണ്? ജെൻഡർ ഇനിക്വാളിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതാണ് ലിംഗനീതി ഉണ്ടാകണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഭാവിയിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത്. അടുത്തത് ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമുക്ക് ഭരണഘടന വേണം എന്ന് നമ്മുടെ ലീഡേഴ്സ് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഭരണഘടന എന്നത് എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു. നമുക്ക് താഴെ ഭാഗം നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമാജം ഏതായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇവിടെയുള്ള ചോദ്യമാണ്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബാക്കി നോക്കാം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. അപ്പോൾ ഈ സമരത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിൽ നിന്നുമുള്ള ആളുകൾ ഉൾപ്പെട്ടിരുന്നു. ഏതൊക്കെ ആളുകളാണ്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ,
പ്രഭുക്കന്മാർ, കർഷകർ. അപ്പോൾ സമൂഹത്തിൻ്റെ ഉയർന്ന തട്ടിൽ തൊട്ട് താഴ്ന്ന തട്ടിലുള്ള ആളുകൾ മുഴുവൻ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. അതുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ ബഹുജന സമരമായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയാൻ കാരണം എന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ്? സമൂഹത്തിന്റെ എല്ലാ തട്ടിൽ നിന്നുള്ള ആളുകളും ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്നു. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അപ്പോൾ ഈ സമരത്തിന്റെ അടുത്ത പ്രത്യേകതയാണ് ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർന്നു വരാനായിട്ട് ഈ സമരം സഹായിച്ചു. അപ്പോൾ ഈ സമരം എന്തിനു സഹായിച്ചു? ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദം ഉണ്ടാകാനും ദേശീയ ബോധം വളരാനും ഈ ഒരു സമരം സഹായിച്ചു. അടുത്തതായിട്ട് ഈ സമരം സഹായകമായി. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അപ്പോൾ ദേശീയ ബോധം ആളുകൾക്കിടയിൽ ശക്തപ്പെട്ടതോടുകൂടി വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, അപ്പോൾ ഇതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള സംഘടനകളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായ ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ആളുകൾക്കിടയിൽ ദേശീയബോധം വന്നതോടുകൂടി പ്രാദേശികമായ തലത്തിൽ ഒരുപാട് സംഘടനകൾ, അതായത് ആ ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം തീർക്കാനായിട്ടായിരിക്കും, അല്ലെ ആ പ്രദേശത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മാത്രമായിരിക്കും ഈ ഒരു സംഘടനകൾക്ക് കഴിയുന്നത്. എന്നാൽ 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതോടുകൂടിയാണ് എന്തുണ്ടായത്? ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത്. അപ്പോൾ 1885 കോൺഗ്രസ് രൂപീകരണത്തോടുകൂടിയാണ് ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതുപോലെ ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാവണം? ഒരു ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ആദ്യമേ സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല ഉണ്ടായത്. ആദ്യമേ എന്തായിരുന്നു? ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളിൽ എത്തിക്കുക, കൂടാതെ ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയബോധം വളർത്തുക എന്നതായിരുന്നു 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിലുള്ള പ്രധാന ഭാഗങ്ങൾ ഒന്നും കൂടി നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സമരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? സമൂഹത്തിന്റെ എല്ലാ തട്ടിലുള്ള ആളുകളും ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ. പിന്നീട് ഈ സമരം എന്തിനു സഹായിച്ചു? ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയബോധം വളർത്താൻ വേണ്ടി ഈ സമരം സഹായിച്ചു. ദേശീയബോധം ശക്തപ്പെട്ടതോടുകൂടി പ്രാദേശികമായ തലത്തിൽ ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചു. അതിൽ കുറച്ച് ഉദാഹരണമാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അതുപോലെ എന്നാൽ ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിച്ചത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക, ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളിൽ എത്തിക്കുക. ഇത്രയുമായിരുന്നു കോൺഗ്രസിന്റെ ആദ്യകാല ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഭാഗം നോക്കാം. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ലായിരുന്നു മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വിദേശ ഭരണം അവസാനിപ്പിക്കുക, കൂടാതെ മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു സമരത്തിന്റെ എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? വിദേശ ഭരണം അവസാനിപ്പിക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുവരുത്തുക. കൂടാതെ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിലും എന്തുണ്ടായിരുന്നു? പല ചിന്താഗതിക്കാരുണ്ടായിരുന്നു. ഏതൊക്കെ ഉണ്ടായിരുന്നു? മിതവാദികളും ഉണ്ടായിരുന്നു, തീവ്ര ദേശീയവാദികളും ഉണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ള ആളുകൾ ഈ ഒരു സംഘടനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഒരടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരുന്നു. അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സംഘടന ദേശീയ പ്രസ്ഥാനമായി മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമായി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതികളിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്താണ് പഠിക്കുന്നത്? ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരത്തിന് എന്തുണ്ടായത്? ഒരു ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അപ്പോൾ ഗാന്ധിജിയുടെ സ്വാധീനം വന്നതോടുകൂടിയാണ് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യം വേണം നമുക്ക് എന്നുള്ളൊരാവശ്യം ശക്തമാക്കിയത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്തൊക്കെയാകണമെന്നാണ് പറഞ്ഞത് നേതാക്കൾ? സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനമാകേണ്ടത് എന്നാണ് ആ ലീഡേഴ്സ് എല്ലാം ആവശ്യപ്പെട്ടത്. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെ നോക്കി, ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്താനാണ് പറയുന്നത്. നോക്കി, അപ്പോൾ എന്തൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്? മതസൗഹാർദ്ദം വേണം, സാഹോദര്യം വേണം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രമാകണം, നീതി ഉറപ്പാകണം, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. അപ്പോൾ ഇതൊക്കെയാണ് ആളുകളുടെ ആവശ്യം. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുമ്പോൾ ആളുകളുടെ ആവശ്യം ഇതൊക്കെയാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ആളുകൾ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാകണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹിക നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. അപ്പോൾ ആളുകളുടെ ആവശ്യമല്ല, നമ്മുടെ ലീഡേഴ്സിൻ്റെ ആവശ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുമ്പോൾ നമ്മുടെ ലീഡേഴ്സിൻ്റെ ആവശ്യം എന്തൊക്കെയായിരുന്നു? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. അടുത്തതായത് ഭരണഘടനയുടെ മുൻഗാമി. അപ്പോൾ നമ്മൾ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമ്മൾ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാരെല്ലാം പരിശ്രമം തുടങ്ങിയിരുന്നു. അപ്പോൾ എന്നാലും സ്വാതന്ത്ര്യം കിട്ടിക്കഴിയും ആ സമയത്തേക്ക് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നത് എന്താണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ
ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് ഒരു 2.5 വർഷം വരെ, നിലവിൽ വരുന്നതിന് മുമ്പ് 2.5 വർഷം വരെ ഇന്ത്യയിലെ നിയമം എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കി, ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഇന്ത്യ പിന്തുടർന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1935 ബ്രിട്ടീഷുകാർ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് നമ്മൾ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് വരെ ഇന്ത്യ തുടർന്നിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്, അല്ലെ? അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണ്? 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് നമ്മൾ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് വരെ നമ്മൾ പിന്തുടർന്നിരുന്നത്. പിന്നീട് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്, അല്ലെ നമുക്ക് ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അപ്പോൾ നോക്കി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ള ചിത്രത്തിന്റെ ചുറ്റും അതിന്റെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. അടുത്തത്, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉൾപ്പെട്ടിരുന്നത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ട്. കൂടാതെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയാണുള്ളത്. പിന്നീട് എന്താണ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ച് നൽകിയിരുന്നു. ഇതൊരു ഫെഡറൽ സിസ്റ്റം ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്? 321 വിഭാഗങ്ങളും 10 പട്ടികകളുമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും കൊടുത്തിരുന്നു. അപ്പോൾ ഇതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഭരണഘടന നിർമ്മാണത്തിലേക്ക് എന്ന ഭാഗം നോക്കാം. 1946 അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. അപ്പോൾ 1946 തൊട്ടേ എന്തിന്റെ ചർച്ചയുണ്ട്? അധികാര കൈമാറ്റത്തെ പറ്റി ചർച്ചയുണ്ട്, അല്ലെ? അപ്പൊ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? സ്വാതന്ത്ര്യ ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ചത് ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ 3 പേരുടെ ഒരു കൗൺസിലായിരുന്നു. അപ്പോൾ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ചത് ക്യാബിനറ്റ് മിഷൻ ആയിരുന്നു. ഇവരുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യക്ക് എന്ത് വേണം? ഒരു നിയമസംഹിത വേണം എന്ന് ഉള്ളത്. അപ്പൊ ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ എന്ത് രൂപീകരിച്ചത്? ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പൊ ഭരണഘടന നിർമ്മാണ സഭയുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ആയിട്ട് ഒരു നിയമസംഹിത വേണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇതിനുവേണ്ടി ആരാണ് ഇവിടെ വന്നത്? ക്യാബിനറ്റ് മിഷനാണ് വന്നത്. എന്നാ വന്നത്? 1946 അടുത്ത് നോക്കിയേ, ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. അപ്പൊ ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു നോക്കിയേ? നിർമ്മാണ കാലയളവ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസമാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം കൂടിയത് എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ 1946 ആര് വരുന്നത്? ക്യാബിനറ്റ് മിഷൻ ഇവിടെ വരുന്നത്. അപ്പൊ 1946 ഡിസംബർ 9 ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിൽ തിരഞ്ഞെടുത്ത അധ്യക്ഷൻ എന്ന് പറയുന്നത്.
ഇത് അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണ് 1950 ജനുവരി 26 അന്നാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത്. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത്. എന്നാൽ അതിനു മുമ്പേ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെക്കണമല്ലോ. അപ്പോൾ 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ട് ഒപ്പുവെക്കുന്നത്. പിന്നീട് 1950 ജനുവരി 26 നിലവിൽ വന്നു. അപ്പോൾ ഭരണഘടന ഒപ്പുവെച്ചതും ഭരണഘടന നിലവിൽ വന്നതും തിരിഞ്ഞു പോകരുത് ഡേറ്റ്. ഭരണഘടന ഒപ്പുവെച്ചത് അതായത് അത് അംഗീകരിച്ചത് 1949 നവംബർ 26 അത് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് കെയിം ഇൻ ടു ഫോഴ്സ് 1950 ജനുവരി 26 നമുക്കൊന്നുകൂടി നോക്കാം. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രത്യേകതകൾ. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം കൂടിയത് 1946 ഡിസംബർ 9 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറും ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിരുന്നു. നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവുമായിരുന്നു. ഇത് അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ആണ്. അടുത്തത് നോക്കിയേ, കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ നമ്മുടെ ഭരണഘടനയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നതെന്ന്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്കും സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, അപ്പോൾ നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ ലീഡേഴ്സിന് എന്ത് നിർബന്ധമുണ്ടായിരുന്നു? നമ്മുടെ ഭരണഘടന ഏറ്റവും മികച്ചതായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇദ്ദേഹം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന വിശദമായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചത്? ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പ്രാധാന്യം, സംസ്കാരം, ഇവയ്ക്കൊന്നും കോട്ടം വരാത്ത രീതിയിൽ വേണം വിദേശത്ത് നിന്നും ഭരണഘടനയിൽ നമ്മൾ കുറേ ആശയങ്ങൾ കൈക്കൊള്ളും. ഇപ്പോൾ ഇവിടെ പഠിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ BR അംബേദ്കർ നമ്മൾ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന റെഫർ ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. അടുത്ത നോക്കിയേ, സവിശേഷതകൾ ഒട്ടേറെ. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. മുമ്പേ പഠിച്ച പോയിന്റ് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ച ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്. 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. ഇനി ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും രൂപപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. 22, 395, 8 ഇത്രയുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സവിശേഷതകൾ എന്ന് നോക്കാം. പാർലമെന്ററി ജനാധിപത്യ ഭരണം. അപ്പോൾ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പാർലമെന്ററി ജനാധിപത്യ ഭരണമാകണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ ഭരണാധികാരികളെ ആര് വേണം നിയന്ത്രിക്കാൻ? നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. രാജ്യത്തിന്റെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം. നമ്മുടെ രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യ ഭരണം അനുസരിച്ച് ഭരണാധികാരികളെ ആരാ നിയന്ത്രിക്കുന്നത്? നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ജനങ്ങളുടെ കയ്യിലാണ് പരമാധികാരം. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരവും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നുമാണ്. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരവും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നുമാണ് എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത്. അതാണ് ജനങ്ങളുടെ പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തത് മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശം. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് എന്ത്? മൗലിക അവകാശങ്ങൾ. അപ്പോൾ നമുക്ക് അവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? കടമകൾ വേണമല്ലോ. അപ്പോൾ എന്താണ് കടമകൾ? നോക്കിയേ, മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. അപ്പോൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങളാണ് കേട്ടോ. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങളാണ്. കമ്പൽസറി അല്ല, ഇത് നിർദ്ദേശങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള നിർദ്ദേശമാണ്? സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്ത നിയമവാഴ്ച. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരായവരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പം എല്ലാ പൗരന്മാരായാലും അതാരായാലും, നമ്മുടെ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളായാലും സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളായാലും പൗരനാണല്ലോ. ഈ പൗരരെല്ലാം നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതമായിട്ട് ഇല്ല. അതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താണ് പറയുന്നത്? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പം നമ്മുടെ ഭരണഘടന എന്തുറപ്പ് വരുത്തുന്നുണ്ട്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമ്മുടെ നിശ്ചിത പരിധി എന്ന് പറയുന്നത് 18 ആണല്ലോ. അപ്പോൾ 18 കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും എന്തിനുള്ള അവകാശമുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണം? സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിയമനിർമ്മാണം, കാര്യനിർവഹണം വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. നമുക്കറിയാം ഗവൺമെന്റിന്റെ 3 വിങ്സ് ആണ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അല്ലേ. ഇതിൽ ജുഡീഷ്യറിക്ക് ആരുടെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പാടില്ല? നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ സഭയുടെയും അതായത് അവരിൽ നിന്നുള്ള സ്വതന്ത്രമായിട്ട് വേണം കോടതികൾ പ്രവർത്തിക്കാൻ എന്നാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഒന്നാമത്തെ എന്തായിരുന്നു? നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. അടുത്തത് ജനങ്ങൾക്കാണ് പരമാധികാരം. നമ്മുടെ ഭരണഘടന മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൗലിക കടമകളും ഉണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? കമ്പൽസറി അല്ല, ഇത് നിർദ്ദേശങ്ങളാണ്. നിയമവാഴ്ച. ഒരു പൗരനും ഇന്ത്യയിൽ നിയമത്തിന് അതീതനല്ല. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. അടുത്തത് നമ്മുടെ ഭരണഘടന എന്തോ ഉറപ്പുവരുത്തുന്നുണ്ട്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സായതിനു ശേഷം ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണം? നിയമനിർമ്മാണ, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം നമ്മുടെ കോടതി സംവിധാനം, അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത എന്താ തന്നിരിക്കുന്നത്? ഫെഡറലിസം, ഏകപൗരത്വം. ഫെഡറലിസവും ഏകപൗരത്വവും. അപ്പോൾ ഫെഡറലിസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമായിരിക്കണം. അപ്പോൾ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കുന്ന രീതിക്കാണ് എന്ത് വിളിക്കുന്നത്? ഫെഡറലിസം. അപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഫെഡറലിസമാണ്. അടുത്ത ഏകപൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വം ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് ഏക പൗരത്വമാണ്. അപ്പോൾ രാജ്യത്തിന് ഒറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പൗരത്വം ഇല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അടുത്ത ഭാഗം നോക്കാം. അടുത്തതായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ശരിയേതാ തെറ്റേതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ നോക്കിയേ, സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അല്ലല്ലോ, സർക്കാരിൻ്റെ കീഴിലല്ല നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ഇതാണ് ആ പോയിന്റ് അല്ലേ.
സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയായിരിക്കണം. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട രീതിയിൽ വേണം നമ്മുടെ കോടതി സംവിധാനം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് അല്ലേ? നമ്മുടെ കോടതി എന്ന് പറയുന്നത് നിയമനിർമ്മാണവും കാര്യനിർവഹണ സഭകളിൽ നിന്നും, അതായത് ഗവൺമെൻറ്റിൽ നിന്നും സ്വതന്ത്രമാണ്. അടുത്തത്, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫെഡറലിസം ആണെന്ന് പറഞ്ഞു. അധികാരവും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ട്? സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ടും ചില അധികാരങ്ങൾ ഉണ്ട്. അടുത്തത്, 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഉണ്ടല്ലോ, കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ 18 വയസ്സാണ് പ്രായപൂർത്തിയായിട്ട് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതമല്ല അല്ലേ? അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? നിയമത്തിന് ആരും അതീതരല്ല. അതാണ് നിയമവാഴ്ച പറയുന്നത്. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി അടുത്ത്, ഇന്ത്യയിൽ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടിയുണ്ടാകും. തെറ്റല്ലേ? ഇന്ത്യയിൽ ഏക പൗരത്വമാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് പൗരത്വം എന്നുള്ളൊരു രീതിയൊന്നും ഇന്ത്യയിൽ ഇല്ല. അടുത്തത്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ആരാണ് പരമാധികാരികൾ എന്ന് പറയുന്നത്? ജനങ്ങളാണ് അല്ലേ? ജനങ്ങളുടെ പരമാധികാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്നത് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്തത്, അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട് അല്ലേ? മൗലിക അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് മൗലിക കടമകളുമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റല്ലേ? ഭരണാധികാരികൾക്ക് മേൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. പിന്നെ ഏറ്റവും പരമാധികാരം ആരുടെ കയ്യിൽ തന്നെയാണ്? ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത് നോക്കാം, നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് അല്ലേ? അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിൽ നമുക്ക് നോക്കാനുള്ളത്? ഭരണഘടന എന്നത് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. അടുത്തത് എന്താ പറയുന്നത്? ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. അപ്പോൾ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമാക്കി മാത്രമേ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകൾക്കായാലും നിയമം നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെന്താ പറയുന്നത്? സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ആര് നിശ്ചയിച്ചിട്ടുണ്ട്? ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും പറ്റത്തുള്ളൂ. ഇനി നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഭരണഘടന പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്നത്? നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന രീതിയിലും സ്രോതസ് എന്ന രീതിയിലുമാണ് ഇന്ത്യൻ ഭരണഘടന പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിത എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും പറ്റത്തുള്ളൂ. കൂടാതെ ഇവർക്കുള്ള അതിരുകളും ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ വ്യവസ്ഥ, നിയമത്തിൻ്റെ സ്രോതസ് എന്ന നിലയിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന പരമോന്നത സ്ഥാനമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഉള്ളത്. അടുത്ത ഭാഗം നോക്കാം. അടുത്തതായി തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിക്കപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് മേളിൽ തന്നിരിക്കുന്നത്. എന്തൊക്കെ നോക്കി? വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി
നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇതെല്ലാം എന്താണ്? ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. എന്തൊക്കെ നിയമങ്ങളാണ് ഒന്നും കൂടി നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. അടുത്തതായിട്ട് ഒരു ചോദ്യവുമായി റിലേറ്റഡ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ബാലവേല നിരോധന നിയമം കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. കുട്ടികളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. ഇതെല്ലാം കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആണ്. അടുത്തത് നോക്കി. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, പോക്സോ ആക്ട് 2012. അപ്പോൾ പോക്സോ ആക്ട് 2012 ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണിത്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. നിയമം എന്താ പറയുന്നത് നോക്കാം. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹാർദ്ദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. 18 വയസ്സിനു താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അപ്പോൾ 1889 കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്തുവാനുമാണ് 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുകയും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുകയുമാണ് 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട് 2012. അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലിംഗഭേദമില്ലാതെ എന്ത് നടപ്പിലാക്കണം? അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. കൂടാതെ ബാലസൗഹൃദ നടപടികളാണ് ഈ ഒരു ആക്ടിൽ ഉൾക്കൊള്ളിച്ചുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ലിംഗഭേദമില്ലാതെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ബാലസൗഹാർദ്ദ നടപടികൾ വേണം ഇതിൽ. അതായത് ഈ ഒരു ആക്ട് അനുസരിച്ച് ബാലസൗഹൃദ നടപടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിയമത്തെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നും ഉണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന വാക്ക് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക ആക്രമണ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ട വകുപ്പ് 19 പ്രകാരമാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന് 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഈ ഒരു നിയമത്തെ പറ്റി പറയുന്നത്? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അപ്പോൾ കുട്ടികളുടെ അവകാശമാണ് ഭയരഹിതമായും സുരക്ഷിതമായും ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത്.
അപ്പോൾ അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്ത സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും, അപ്പോൾ എന്തൊക്കെയാണ്? സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാനും ആ പ്രവൃത്തിയോട് അരുത് എന്ന് പറയാനും കുട്ടികൾ എന്ത് ചെയ്യണം? ശ്രദ്ധ പുലർത്തണം. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇവർക്ക് എന്ത് ചെയ്യാം? അതായത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്പർശനമോ നോട്ടമോ പ്രവൃത്തിയോ ഉണ്ടായാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധികാരികളോട് പരാതിപ്പെടാൻ പറ്റും. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരമാണ്. അപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ വകുപ്പ് 19 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കേസ് കൊടുക്കുന്നത്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്ന് നമുക്ക്, അതായത് ഇത് ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസോ, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലേക്കോ ആണ് വകുപ്പ് 19 പ്രകാരം ലൈംഗികാതിക്രമ കേസുകൾ പരാതിപ്പെടേണ്ടത്. ആർക്കാണ് പരാതിപ്പെടേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ യൂണിറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ ആണ് പരാതി കൊടുക്കേണ്ടത്. ഇനി ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എന്താ വിളിക്കുന്നത്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അപ്പോൾ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെ CWPO. CWPO എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന് 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം, അതായത് പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ കാര്യമാണ് പറയുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? 44-ാം വകുപ്പ് പ്രകാരം എന്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്? പോക്സോ മോണിറ്ററിംഗ് സെൽ, അതായത് പോക്സോ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വകുപ്പ് ഏതാണ്? 44-ാം വകുപ്പ് പ്രകാരമാണ് ഒരുക്കിയിരിക്കുന്നത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. എന്തൊരുക്കിയിട്ടുണ്ട്? പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത്? നിയമത്തിൻ്റെ വ്യവസ്ഥ എന്നും സ്രോതസ് എന്നും അറിയപ്പെടുന്നത് ഭരണഘടനയാണ്. അപ്പോൾ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്നും സ്രോതസ് എന്നും അറിയപ്പെടുന്നത് ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയുടെ അടുത്ത ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നത് ഭരണഘടനയാണ്. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിധികളും വ്യക്തമാക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ അധികാരം എന്തെന്നും ഗവൺമെന്റിന്റെ പരിധി, ലിമിറ്റേഷനൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. അടുത്തത് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആശയങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും നിർവചിക്കുന്നു. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് കുറച്ച് അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉണ്ട് അല്ലേ? എന്താ? തുല്യത, പിന്നെ മതസൗഹാർദ്ദം, ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളുമാണ്. ഇതെല്ലാം സംരക്ഷിക്കേണ്ടത് ആരാണ്? നമ്മുടെ ഭരണഘടനയാണ്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്നും ഉറപ്പുവരുത്തുന്നു. രാജ്യത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും ഉറപ്പുവരുത്തുന്നു. അടുത്തത് രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ. തീർച്ചയായിട്ടും രാജ്യത്തിന് ഒരു ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയായി പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്തത് സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരെ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് ഫോം അല്ലെങ്കിൽ ജനാധിപത്യ ഭരണമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് സ്വേച്ഛാധിപത്യം ഉണ്ടാവാൻ പാടില്ല അല്ലേ? അപ്പോൾ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയുടെ ധർമ്മം എന്തൊക്കെയാണ്? നിയമത്തിൻ്റെ വ്യവസ്ഥയായിട്ടും നിയമത്തിൻ്റെ സ്രോതസ്സായി പ്രവർത്തിക്കുന്നു. കൂടാതെ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു.
ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം, അതായത് നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി സംരക്ഷണ കവചമായി വർത്തിക്കുന്നതും ആരാണ്? ഭരണഘടനയാണ്. ഇവയാണ് ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കും കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. പ്ലക്കാർഡ് എഴുതാനൊക്കെയാണ് പറയുന്നത്. നമുക്ക് ബാക്കി കണ്ടന്റിലേക്ക് പോകാം. മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ എന്ത് വരുത്തുന്നുണ്ട്. ഭരണഘടന 1950 നിലവിൽ വന്നതാണ് അല്ലേ. അപ്പോൾ അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ നമ്മുടെ ലീഡേഴ്സിന് അറിയായിരുന്നു തീർച്ചയായിട്ടും കാലം മാറും, അപ്പോൾ ആളുകളുടെ ചിന്താഗതികളും ആളുകളുടെ ആവശ്യങ്ങൾക്കും മാറ്റം വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയിൽ എന്ത് വരുത്തേണ്ടി വരും? മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അതിനുള്ള വകുപ്പുകളും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നത് ഭേദഗതിയിലൂടെയാണ്. നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നത് ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഭേദഗതിയുടെ ഒരു നാൾ വഴിയുടെ ഒരു ഫ്ലോ ചാർട്ട് പോലെയുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്നത്. നോക്കാം. 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അടുത്തതായിട്ട് എന്താ തന്നിരിക്കുന്നത്? 1951 പട്ടികകളുടെ എണ്ണം 9 മാറി. അപ്പോൾ ഒന്നാമത്തെ ഭേദഗതിയാണ് പറയുന്നത്. ഒന്നാമത്തെ ഭേദഗതിയിൽ എന്ത് ചെയ്തു? 1951 ഒന്നാം ഭേദഗതി നടക്കുന്നത്. അതിൽ പട്ടികകളുടെ എണ്ണം എത്രയായി മാറി? 9 മാറി. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു പട്ടികകളുടെ എണ്ണം തുടക്കകാലത്ത് 8 എന്നാൽ ഭേദഗതി 1 1951, അതായത് ഭരണഘടന നിലവിൽ വന്ന് തൊട്ടടുത്ത വർഷം തന്നെ എന്ത് നടന്നു? ഭേദഗതി നടന്നു. അതിൽ പട്ടികകളുടെ എണ്ണം എത്രയായിട്ട് മാറി? 9 മാറി. അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അല്ലേ. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അപ്പോൾ ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തെ കാലഘട്ടമല്ല ഇപ്പോൾ ഉള്ളത്, അതായത് പിൽക്കാലത്തുണ്ടാവുന്ന കാലഘട്ടം അല്ലേ. അപ്പോൾ ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ ലീഡേഴ്സിന് അറിയിരുന്നു, അതായത് നമ്മുടെ ഭരണഘടനയിൽ ഇനി എന്ത് വരുത്തേണ്ടി വരും? തിരുത്തലുകൾ വരുത്തേണ്ടി വരും എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ഭരണഘടനയിൽ പിൽക്കാലത്ത് തിരുത്തലുകൾ വരുത്തേണ്ടി വന്നാൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നും അതെങ്ങനെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടതെന്നും എങ്ങനെ നമുക്ക് അഡീഷണലായിട്ട് നിയമങ്ങൾ ചേർക്കാം, നിലവിലുള്ള നിയമങ്ങൾക്ക് തിരുത്തൽ വരുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നത് ഭേദഗതിയിലൂടെയാണ്. നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റിലൂടെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭേദഗതി നടന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് അതായത് ഭരണഘടന നിലവിൽ വന്ന് തൊട്ടടുത്ത വർഷം തന്നെ എന്ത് നടന്നു? ഭേദഗതി നടന്നു. ആ ഭേദഗതിയിൽ എന്താണ് ചെയ്തത്? പട്ടികകളുടെ എണ്ണം 9 മാറി. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഒന്നാം ഭേദഗതിയിലൂടെ 1951 ഒന്നാം ഭേദഗതി നടത്തുന്നത്. പട്ടികകളുടെ എണ്ണം 9 മാറി. അടുത്തത് ഭേദഗതി 42. ഈ ഭേദഗതികളെല്ലാം നമ്മുടെ സിലബസിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്യുന്നതാണ് കേട്ടോ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താ പറയുന്നത്? 1976 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാവുന്നത്. ഇതിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡീഷണലായി ചേർത്തു. അപ്പോൾ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് നടന്നത് 1976. അടുത്ത 44ാം ഭരണഘടന 1978. സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി. പകരം സ്വത്തവകാശം എന്തരാവകാശമായത്? നിയമാവകാശമായിട്ടാണ് മാറിയത്. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1978 സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് അതെന്താക്കി മാറ്റി? നിയമാവകാശമാക്കി മാറ്റി. അടുത്ത 73, 74 ഭേദഗതി. 73, 74 ഭേദഗതി എന്താ പറയുന്നത്?
1992 73 74 നടക്കുന്നത്, ഭേദഗതി നടക്കുന്നത്. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം വന്നു. അപ്പോൾ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം 73 74 ഭേദഗതിയാണ് പറയുന്നത് 1992. അടുത്തത് 86 ഭേദഗതി. 2022 86 ഭേദഗതി വരുന്നത്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറും. 2022 കൂടിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറുന്നത്. 86 ഭേദഗതിയാണ്. അടുത്ത 101 ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. 2016 ചരക്ക് സേവന നികുതി അഥവാ GST. അപ്പോൾ 101 ഭേദഗതിയിലാണ് എന്ത് ഉൾപ്പെടുത്തിയത്? GST, ചരക്ക് സേവന നികുതി. 101 ഭേദഗതി 2016. അടുത്തത് ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് എഴുതാൻ പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 106 ഭരണഘടനാ ഭേദഗതിയാണ്. ഏതാണ്? 106 ഭരണഘടനാ ഭേദഗതിയാണ്. 106 ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അത് ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയമാണ് 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 106 ഭരണഘടനാ ഭേദഗതി പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയമാണ് കേട്ടോ. നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പോൾ 106 ഭേദഗതിയാണ് ഇന്ത്യയിലെ ലാസ്റ്റ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നടന്ന അവസാനത്തെ ഭേദഗതി. നിലവിൽ അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. 106 ഭരണഘടനാ ഭേദഗതിയാണ്. 106 ഭരണഘടനാ ഭേദഗതിയാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി നോക്കാം. ബാക്കി ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തു? ഏതെല്ലാം ആശയങ്ങളാണ്? നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ. എന്തൊക്കെ ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡതയാണ് 1976 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 അല്ലെ. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? ഏത് വർഷമാണ്? ഭരണഘടന രൂപീകരിച്ച തൊട്ടടുത്ത വർഷം 1951 ആണ് മാറ്റം വരുത്തിയത്. എന്താണ് മാറ്റം വരുത്തിയത്? പട്ടികകളുടെ എണ്ണം 8 നിന്ന് 9 മാറ്റി. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? രാജ്യത്ത് സ്വത്തവകാശം ഏകദേശം 28 കൊല്ലത്തോളമാണ് നിലനിന്നത്. സ്വത്തവകാശം മൗലികാവകാശമായി നിലനിന്നത് ഏകദേശം എത്ര സമയമാണ്? 28 വർഷത്തോളം രാജ്യത്ത് സ്വത്തവകാശം എന്തായി നിലനിന്നു? ഒരു മൗലിക അവകാശമായി നിലനിന്നു. എന്നാൽ ഇപ്പോൾ അതെന്താണ്? ഒരു നിയമവകാശം മാത്രമാണ്. അടുത്ത, വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ എന്ന് മുതൽ. ഇനി വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ? ആണ് അല്ലേ. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഒരു മൗലിക അവകാശമാണ്. എന്ന് മുതലാണ്? 2002 മുതൽ. 2002 മുതൽ വിദ്യാഭ്യാസം എന്തായി മാറി? മൗലിക അവകാശമായിട്ട് മാറി. അടുത്തത്, ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞല്ലോ ലാസ്റ്റ് ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ്? 106 നാരി ശക്തി വന്ദൻ അധിനിയം ആണെന്നുള്ളത്. അതാണ് ലാസ്റ്റ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106 തവണ. എത്ര തവണയാണ്? 106 തവണയാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നത്. 106 തവണയാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? 1976 ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഏതെല്ലാം ആശയങ്ങളായിരുന്നു? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ 1976 42ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർത്തു. അടുത്തത് എന്താണ്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്ന വർഷം. വന്ന വർഷം എത്രയാണ്? 1950 അല്ലേ. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അടുത്ത, ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? ഏത് വർഷം?
ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? 8 പട്ടിക എന്നുള്ളത് 9 പട്ടികയായി മാറ്റി. ഏത് വർഷമാണ്? 1951. ഭരണഘടന നിലവിൽ വന്ന് തൊട്ടടുത്ത വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. അടുത്ത, രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലമായി മൗലിക അവകാശമായി നിന്നു? 1978 8 വരെ. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നു. 1978 വരെ സ്വത്തവകാശം എന്നത് മൗലിക അവകാശമായിരുന്നു. അതായത് ഏകദേശം 28 വർഷം സ്വത്തവകാശം മൗലിക അവകാശമായി നിലനിന്നു. ഇനി ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തു? 106 തവണ. 106 തവണയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഭേദഗതി എന്തായിരുന്നു? നാരി ശക്തി വന്ദൻ അധിനിയം എന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഭരണഘടനാ ഭേദഗതി, അതായത് 106 ഭരണഘടനാ ഭേദഗതിയുടെ പേരെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. കാലത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ എന്ത് വരുത്താൻ പറ്റും? മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്? അപ്പോൾ ഭരണഘടനയുടെ ഭേദഗതി പ്രതിപാദിക്കുന്നത് 368 വകുപ്പിലാണ്. 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നത്. 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നത്. എന്നാൽ ഭരണഘടനയിൽ കുറച്ച് അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഭേദഗതി വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഭേദഗതി വരുത്താം. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ നോക്കിയേ, അടിത്തറ ഇളകരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കേസസ് വന്നിട്ടുണ്ട്. നോക്കാം. 1973 കാസർഗോഡ് എടനീർ മഠത്തിൽ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് എന്ന് പറയുന്നത് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് 1973 സുപ്രീം കോടതി എന്ത് വിധിക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇതിൽ 1973 കേസ് നടക്കുന്നത്. കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെയാണ് ഈ കേസ് നൽകിയത്. ഈ കേസിലാണ് നമ്മുടെ സുപ്രീം കോടതി എന്ത് വിധിക്കുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. 1973 നമ്മുടെ വർഷം ഓർത്തു വെച്ചോണേ. അടുത്തത് വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പുമായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമായി വന്നത് 2002 നമ്മൾ മുമ്പേ പഠിച്ചതാണ്. അപ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമായി വന്നത് 2002. എന്നാൽ 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് നടപ്പിലാവുന്നത്. നമ്മൾ കൂട്ടിച്ചേർത്തയാണല്ലോ. കാരണം ഇത് നിലവിൽ വരുന്ന ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് വിദ്യാഭ്യാസം മൗലിക അവകാശമല്ല. 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറുന്നത്. അപ്പോൾ 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെ ഭരണഘടനയിൽ 21A വകുപ്പുമായി ചേർത്തിട്ടുണ്ട്. 21A. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വരുന്നത്.
അപ്പോൾ 2022 വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്നത് 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു. ഇത് 21A വകുപ്പിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ വകുപ്പ് അനുസരിച്ചിട്ടാണ്, ഈ ഭേദഗതി അനുസരിച്ചിട്ടാണ് 2009 ഓഗസ്റ്റ് 4 എന്ത് ചെയ്യുന്നത്, ഈ നിയമം നിലവിൽ വരുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്നാണ് ഈ ഒരു നിയമത്തിന്റെ പേര്. ഇതിലെന്താണ് പറയുന്നത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിച്ചത് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെല്ലാം 21A വകുപ്പുമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിയമം നിലവിൽ വരുന്നു. ഈ നിയമം ഏതാണ്, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഈ നിയമം അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. അടുത്തതാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത, മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുന്നത്. അപ്പോൾ 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത, 42-ാം ഭേദഗതിയിലൂടെ 1976 നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇത് ഭരണഘടനയുടെ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ ആമുഖത്തിലാണ് ഈ 3 ടേംസും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ എന്ത് വിളിക്കുന്നു, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. കാരണം ഈ ഒരു ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ നമ്മുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. കൂടാതെ നിരവധി മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. അടുത്തത് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ. ഇനി കുറച്ച് പത്രത്തിലെ കുറച്ച് കോട്ടിങ്സ് വന്നിട്ടുണ്ട്. നോക്കി, മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അപ്പോൾ നമുക്ക് നോക്കാം. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. അപ്പോൾ ഇതെല്ലാം എന്താണ്, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ, എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ. ജനങ്ങൾക്ക് പല താല്പര്യങ്ങളാണ്. ഗവൺമെൻറ് ഒരു നിയമം ഇറക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ മറ്റു പലതാണ്. അതുകൊണ്ടാണ് നിയമങ്ങൾ നടപ്പിലാക്കാത്തത് എന്നാണ് ഇവർ പറയുന്നത്. അടുത്തത്, ജനവിഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ. ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ. നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം നിയമങ്ങൾ തെറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ് പറയുന്നത്, ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഈ കാരണങ്ങളാലാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമവിരുദ്ധത നടക്കുന്നത് എന്നാണ് പാഠപുസ്തകം വിശദമാക്കുന്നത്. അപ്പോൾ എന്താണ്, വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത് അല്ലേ. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയർന്നു വന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത്. വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയും.
എങ്ങനെയാണ് ഈ പാഠം അവസാനിക്കുന്നത്? വ്യത്യസ്ത താല്പര്യമുള്ള സമൂഹമാണ് നമ്മുടേത്. എന്നാലും ഈ പൊതുനിയമങ്ങളെല്ലാം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഇതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യും? സമൂഹത്തിൽ ഉയർന്നു വരും. ഈ അഭിപ്രായങ്ങളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായിട്ടാണ് സമീപിക്കേണ്ടത്. ഭരണാധികാരികൾ ഈ ഉയർന്നു വരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായും വേണം സമീപിക്കാൻ. വൈവിധ്യവും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതിസമത്വ മത നിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ എന്ന് പറയുന്നതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ സീരീസ് ഞാൻ ഇനിയും തുടരുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററുമായിട്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം.